ഹലോ, ഈതായിട്ട് എന്താ എല്ലാവർക്കും പരിപാടി? ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ബീച്ച് വരെ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചേട്ടാ. എല്ലാം പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. ഷടപ്പെട്ടേ എന്ന് പറഞ്ഞു ഒട്ടും സമയങ്ങളാതെ പെട്ടെന്ന് അങ്ങ് റെഡി ആയേട്ടാ. ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ബീച്ചിലെത്തി കഴിഞ്ഞപ്പോൾ ആ ഓട്ടമായി ചാട്ടമായി അവനത് സ്വാതന്ത്ര്യം കിട്ടുന്ന കണക്കായിരുന്നു. പിന്നെ രണ്ടും കൂടെ പുറകെ ഓട്ടത്തോടോട്ടം. പിന്നെ നോക്കുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പരിപാടി കണ്ടോ. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഞാൻ ഇത് കണ്ടിട്ടില്ല. അപ്പോൾ കണ്ട സ്ഥിതിക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ വേറൊന്നുമല്ല സംഭവം. ഈ റോബസ്റ്റ് പഴം ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ പുറത്തോട്ട് ചീസൊക്കെ ഇങ്ങനെ ഇട്ട് പിന്നെ എന്താ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സംഭവം. അതിൻ്റെ പേരെന്തോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ, പക്ഷേ കൊള്ളായിരുന്നു, നൈസായിരുന്നു സംഭവം. പിന്നെ അതിൻ്റെ പുറത്തോട്ട് ചീസൊക്കെ ഇങ്ങനെ ഇട്ട് പിന്നെ ഐസ്ക്രീം ഇങ്ങനെ സ്ക്വയറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് അങ്ങനെ കണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ്. അങ്ങനെ അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക. അന്നേരം അത്യാവശ്യം ബീച്ചിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പെരുന്നാളല്ലേ. അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ അതിൻ്റെ പുറത്തോട്ടൊക്കെ അതങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചെയ്ത് പിന്നെ അതിൻ്റെ പുറത്തോട്ട് കണ്ട ഐസ്ക്രീം കണ്ട അങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ പുറത്തോട്ട് സ്ട്രോബെറിയുടെ സിറപ്പ് ഒഴിച്ച് പിന്നെ നട്ട്സിൻ്റെ പൗഡറൊക്കെ ഇട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് 2 സ്പൂണൊക്കെ ഇട്ട് ഞങ്ങൾക്ക് അങ്ങ് സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല കഴിക്കേണ്ടത്, എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല കുഞ്ഞ് കൈയിരിക്കുന്നതുകൊണ്ടിട്ട്. പിന്നെ പഴവും മറ്റേ ആ സംഭവമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ച്. പക്ഷെ കൊള്ളാം, അങ്ങനെ മാത്രം കഴിച്ചിട്ട് സംഭവം കൊള്ളാം. പിന്നെ അത് കണ്ടപ്പം ഇയാച്ചുവിനും കൊടുത്തു. ഇയാച്ചു പഴം കഴിക്കാത്തതാണ്, പക്ഷെ എന്തോ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ടിട്ടായിരിക്കും അവനങ്ങ് കഴിച്ചു. പിന്നെ ജോയിലും വായി വെച്ച് കൊടുത്തപ്പോൾ അവനും പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞു. ജോയിസിക്കും വായി വെച്ച് കൊടുത്തേ. പിന്നെ അവളാണ് വീഡിയോ എടുക്കുന്നതുകൊണ്ടിട്ട് അവളെ കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇയാച്ചു വീണ്ടും ചോദിച്ചു, അഞ്ചു ചേട്ടാ അവന് ഇഷ്ടപ്പെട്ട്. അങ്ങനെ പിന്നെ നോക്കപ്പോൾ ഇതാണ് ബോബെ, അത് ഷമാമിൻ്റെ ആയിരുന്നു. ഞാനിങ്ങനെ കഴിക്കുന്നുണ്ടപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് മിക്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ഇട്ട് കുറേ ഇട്ട് ഇങ്ങനെ ഇളക്കി മൊത്തം ഐസ്ക്രീമൊക്കെ ഇങ്ങനെ നല്ലാണ്ട് മെൽറ്റായി. പിന്നെ അതിൻ്റെ പുറത്തോട്ട് പിന്നെയും ഇങ്ങനെ മറ്റേ സിറപ്പും മറ്റേ പൗഡർ ഇത് നട്ട്സിൻ്റെ പൗഡർ ഇട്ട് തന്നു. അങ്ങനെ കഴിച്ചപ്പം എൻ്റെ പൊന്നോ സ്വർഗം, സൂപ്പർ സാധനം, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. പിന്നെ അങ്ങ് കൊടുത്തപ്പോൾ ബോബയും കൊള്ളാം, അത്യാവശ്യം കൊള്ളാം, നല്ല രസമുണ്ട്. അയ്യാച്ചു പിന്നെ കണ്ടു കഴിഞ്ഞാൽ വിടത്തില്ല, അവന് വീണ്ടും വേണമെന്ന് പറഞ്ഞാൽ അവന് അതും കുടിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് കൊള്ളാം. പിന്നെ ഇതാദ്യമായിട്ടാട്ടെ ഞാൻ ഇങ്ങനെ കാണുന്നത്, പിള്ളേരിങ്ങനെ DJ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വണ്ടിക്കകത്തൊക്കെ ഇന്ന് തുള്ളിക്കൊണ്ട് പോകുന്നു. ഇതിവിടെ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ കാണുന്നത്. ഞങ്ങളുടെ അവിടെ ആലപ്പുഴയിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല ഞാൻ. പിന്നെ നോക്കുമ്പോൾ കുതിരേനെ കണ്ടപ്പോൾ പിന്നെ രണ്ടിനെ ഇളക്കം തുടങ്ങി, കയറണം എന്നും പറഞ്ഞ്. അങ്ങനെ പിള്ളേരുടെ ആഗ്രഹമല്ലേ. ഇയാച്ചു ആദ്യമായിട്ടാട്ടാ കയറുന്നത്. ഞാൻ പറഞ്ഞാൽ എന്തായാലും കയറിക്കോന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുത്തി കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. അതിൻ്റെ പുറത്തും കൂടെ അങ്ങ് കയറി അങ്ങ് പോവുകയാണേ. അങ്ങ് ദൂരെ വരെ കൊണ്ടുപോയി. ഞങ്ങൾ പിന്നെ നടക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങളവിടെ നിന്ന്. പിന്നെ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ മുഖമൊക്കെ മാറി. എന്നെ കണ്ടപ്പോൾ മമ്മി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അവന് മടുത്തവനങ്ങ്. അങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾ നോക്കി ചിരിച്ചുകൊണ്ട് അവനെ കളയൊക്കെ കൊണ്ട് വരുവാണ്. അവൻ എത്തി നോക്കുമോ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോ എന്ന്. അവൻ ഇവിടെ ഉണ്ടടാ, ഇവിടെ ഉണ്ട്, കുഴപ്പമില്ല, നീ പൊക്കോ, ഞങ്ങളും കൂടെ വരാമെന്ന് പറഞ്ഞാൽ അവനൊപ്പം ഇങ്ങനെ നടന്നു പോയി. പിന്നെ അങ്ങനെ ഇറക്കി വിട്ട ഉടനെ അവൻ ഓടി വന്നു എൻ്റെ അടുത്തിട്ട് മമ്മീന്നും പറഞ്ഞ് ഓടി വന്നു കേട്ടാ. അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ എന്തായാലും ബീച്ചിൽ വന്നേയില്ലേ, പിന്നെ അങ്ങ് ഐസ്ക്രീമൊക്കെ കഴിച്ച് ചോക്കോബാർ കഴിച്ച്. അവൾക്കാണെങ്കിൽ കുഞ്ഞു അവയ്ക്കാണെങ്കിൽ എന്താണെന്ന് അറിയണം, അവൾക്ക് എല്ലാ ടേസ്റ്റും അറിയണം. അങ്ങനെ അതുമൊക്കെ അവൾക്ക് ജസ്റ്റ് ഇങ്ങനെ വായിച്ചു കൊടുത്ത് അങ്ങനെ കൊടുത്തുകൂടല്ലോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങൾ മാമീനെയും കൂടെ വിളിച്ച് വരുത്തി കേട്ടാ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ചന്ദ്രനും നക്ഷത്രമൊക്കെ എന്താ രസം, നല്ല രസമുണ്ട്. അതൊരു വൈബായിരുന്നു കേട്ടാ. വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ ഒന്ന് പോയി നോക്കുക, നല്ല രസമാണ്. വല്ലപ്പോഴൊക്കെ കൂടെ പോകുന്നതല്ലേ. പിന്നെ ഈ ജോയിലുള്ളത് കൊണ്ടിട്ട് എനിക്കൊരു സഹായമായി, അവൻ്റെ പുറകെ എനിക്ക് ഓടാൻ വയ്യ. അവൻ തന്നെ നോക്കിയത്. അങ്ങനെ ഫോട്ടോ ചാട്ടോ ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് നിൽക്കുകയായിരുന്നു. പിന്നെ ബബിൾസൊക്കെ വാങ്ങി പിന്നെ അതിൻ്റെ പുറകെ കളി, നല്ല രസമുണ്ടായിരുന്നു കേട്ടാ. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വൈബായിരിക്കാം. എന്തോ ഒരു എന്താ പറയേണ്ട, ഒരു റിലാക്സേഷൻ, നല്ല വൈബായിരുന്നു. അങ്ങനെ കുറേ നേരം കുഞ്ഞുങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് പിന്നെ അങ്ങ് സമയം പോയതേ സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. അതാണ് സത്യം. 5:30 വന്നതാ. തിരിച്ച് ഞങ്ങൾ പോയപ്പോൾ 8:30 ആയേട്ടാ. അത്രയും നേരം അങ്ങ് ബീച്ചിൽ തന്നെ സ്പെൻഡ് ചെയ്തു. പിന്നെ അങ്ങനെ നിന്ന് കുഞ്ഞുങ്ങളുടെ കളിയും പിന്നെ പമ്പരം കണക്കത്തെ മറ്റേ സാധനം എറിയുന്നതൊക്കെ വാങ്ങിച്ച് പിന്നെ ഈ അജുന് ഒരു ബബിൾസൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് നേരമൊക്കെ അങ്ങ് നിന്ന് മൊത്തത്തിൽ ഒരു വൈബായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് ആദ്യമായിട്ടാണ് ആരെങ്കിലുമൊക്കെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ടാറ്റാ, ഓക്കെ, ബൈ, സീ യു. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ.